ആക്രമണം തുടർന്നാൽ കനത്ത പ്രത്യാഘാതമെന്ന് ഇറാൻ സൗദിയുടെ മുന്നറിയിപ്പ്. സൈനികമായി നേരിടുമെന്ന താക്കീത്. ആരാംകോ റിഫൈനറി വീണ്ടും ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്ന് ഖത്തർ. എണ്ണവാതക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ഇസ്രായേലും. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വൈറ്റ് ഹൌസിനോട് 20,000 കോടി രൂപ ആവശ്യപ്പെട്ട് പെന്റഗൺ. സുധാകരന് വഴങ്ങി ഹൈക്കമാൻഡ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും. ഇടപെട്ടത് ആന്റണിയും രമേശ് ചെന്നിത്തലയും. സ്ഥാനാർത്ഥി ആവശ്യം കടുപ്പിച്ച് അടൂർ പ്രകാശ്. മത്സരിക്കാനില്ലെന്ന FB പോസ്റ്റ് പിൻവലിച്ചു. നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സ്വതന്ത്രനായി മത്സരിക്കാൻ എൽദോസ് കുന്നപ്പിള്ളിൽ. സീറ്റ് നിഷേധിക്കുന്നത് നീതികേട്. PK ശശിക്ക് സീറ്റ് നൽകിയല്ലോ എന്ന് ചോദ്യം. നോമിനേഷൻ ഫിൽ ചെയ്ത് കഴിഞ്ഞെന്ന് ദീപ്തി മേരി വർഗീസ്. തൃക്കാക്കര ചോദിച്ചെന്നും മറ്റൊരു ഓപ്ഷനാണ് പാർട്ടി പറഞ്ഞതെന്നും ദീപ്തി. സീറ്റ് കിട്ടാത്തതിൽ പരിഭവിച്ച് രാജിക്കൊരുങ്ങി KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. കോൺഗ്രസിലെ തർക്കങ്ങളെ പരിഹസിച്ച് CPM. സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമെന്നും പരിഹാസം. സംസ്ഥാനത്ത് ആദ്യം പത്രിക സമർപ്പിച്ച് മുഖ്യമന്ത്രി. ധർമ്മടത്ത് പത്രിക നൽകിയത് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിൽ. പിണറായി വിജയന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പത്തനാപുരത്തെ ഗാന്ധി ഭവൻ അധികൃതർ. നിലപാട് തിരുത്തി G സുധാകരൻ. മൂന്നാം ഊഴം മുഖ്യമന്ത്രിയാകുമെന്ന പിണറായിയുടെ സ്വപ്നം വിഫലം. CPM നേതൃത്വം രാഷ്ട്രീയമായി പരാജയപ്പെട്ടു. കോൺഗ്രസ് രാഷ്ട്രീയമായി വിജയിക്കുന്നുവെന്നും സുധാകരന്റെ പോസ്റ്റ്. തിരുവനന്തപുരം ഒഴിച്ചിട്ട് BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കും. ML അശ്വിനി കാസർഗോഡ്, B ഗോപാലകൃഷ്ണൻ ഗുരുവായൂര്. RJDയിൽ പൊട്ടിത്തെറി. V സുരേന്ദ്രൻപിള്ള പാർട്ടി വിട്ടു. 2 പാർട്ടികളിൽ നിന്ന് ഓഫർ ഉണ്ടെന്ന് സുരേന്ദ്രൻപിള്ള. ഇനി അറിയേണ്ടത് ഇടത്തേക്കോ BJPയിലേക്കോ. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ച. കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതി. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കോടതിക്കുള്ളിൽ വിതുമ്പി വന്ദനയുടെ അച്ഛനും അമ്മയും.